ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇവിടെ അറബി ഭാഷയുടെ അടിസ്ഥാനമായ ഏതൊരു ഭാഷയുടെ അടിസ്ഥാനമായ വാക്കുകൾ ചേർന്ന ഒരു ആശയം രൂപപ്പെടുന്ന അടിസ്ഥാന കാര്യമാണ് നമ്മൾ ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. ഇവിടെ ചില ഉദാഹരണങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ ഉദാഹരണങ്ങൾ ഒരു 6 ഉദാഹരണങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഒന്ന്, അൽ ബുസ്താനു ജമീലുൻ. അൽ ബുസ്താനു എന്ന് പറഞ്ഞ പൂന്തോട്ടം, ജമീലുൻ മനോഹരമാകുന്നു എന്നുള്ളതാണ്. പൂന്തോട്ടം മനോഹരമാകുന്നു. രണ്ടാമത്തേത് അശംസു താലിഅത്തുൻ. എന്താണ് അശംസു താലിഅത്തുൻ? സൂര്യൻ സൂര്യൻ ഉദിക്കുന്നതാണെന്ന്. താലിഅത്ത് എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നതാണ്, ഉദിക്കുകയാണ്. തൊലഅ എന്ന് പറഞ്ഞാൽ ഉദിച്ചു. മനസ്സിലായില്ലേ? ഷമ്മ അലിയുൻ വർദത്തൻ. ഷമ്മ അലിയുൻ എന്താണെന്നറിയാം? അലിയെ ഷമ്മ എന്ന് പറഞ്ഞാൽ ഷമ്മ വർദത്തൻ എന്ന് പറഞ്ഞ പൂവെന്ന. ഷമ്മ അലിയുൻ അതായത് മണത്തുന്ന. ഷമ്മ എന്ന് പറയുന്നതാണ് മണപ്പിച്ചു. ഷമ്മ അലിയുൻ വർദത്തൻ, ഒരു പൂവിനെ അലിയെ മണപ്പിച്ചു. മനസ്സിലായോ? മുഹമ്മദ് കത്തഫ. കത്തഫ എന്ന് പറഞ്ഞാൽ മുറിച്ചു എന്നാ. കത്തഫ മുഹമ്മദുൻ. മുഹമ്മദ് മുറിച്ചു, പറിച്ചെടുത്തു. സഹ്റത്തൻ ഒരു കത്തഫ എന്ന് പറഞ്ഞാൽ പറിച്ചെടുത്തു എന്നാ. കത്തഫ മുഹമ്മദുൻ സഹ്റത്തൻ ഒരു പൂവിനെ പറിച്ചെടുത്തു. അഞ്ചാമത്തത് യഈഷു സമക്കു ഫിൽ മായി. യഈഷു ജീവിക്കുന്നു. അസമക്കു. സമക്ക് എന്ന് പറയുന്നത് എന്തോ? സമക്ക് മീൻ, മത്സ്യം. മത്സ്യം ജീവിക്കുന്നു. ഫിൽ മായി വെള്ളത്തിൽ. മനസ്സിലായില്ലേ? യഈഷു. യഈഷു എന്ന് പറഞ്ഞാൽ ജീവിക്കുന്നു എന്നാ. ആശ എന്ന് പറഞ്ഞാൽ ജീവിച്ചു. യഈഷു അതിന്റെ മുള ജീവിക്കുന്നു അല്ലെങ്കിൽ ജീവിക്കും എന്ന അർത്ഥത്തിലാണ്. യഈഷു സമക്കു മത്സ്യം ജീവിക്കുന്നു. എവിടെയാണ്? ഫിൽ മായി വെള്ളത്തിൽ. മനസ്സിലായോ? യക്സുറു നഖീലു ഫി മിസ്ര. യക്സുറു. യക്സുറു എന്ന് പറയുന്നത് അറിയോ? വർദ്ധിക്കുന്നു. കസുറ. കസുറ എന്ന് പറഞ്ഞാൽ കസീർ എന്ന് കേട്ടിട്ടില്ലേ? ധാരാളം ഉണ്ടാവുക. അപ്പൊ യക്സുറു ധാരാളം ഉണ്ടാകുന്നു. ആ നഖീലു. നഖീൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഈത്തപ്പന. ഈത്തപ്പന വർദ്ധിക്കുന്നുണ്ട്. ഫി മിസ്ർ. എന്താണ്? ഇവിടെ മിസ്റിൽ ഈ ധാരാളം ഈത്തപ്പനകൾ ഉണ്ട് എന്നാണ് ആ വാചകത്തിന്റെ അർത്ഥം. മനസ്സിലായോ? അപ്പൊ നമ്മളിവിടെ 6 വാചകങ്ങൾ പഠിച്ചു. അപ്പോ ഈ 6 വാചകങ്ങളിൽ ഒന്നാമത്തേത് അൽ ബുസ്താനു ജമീലുൻ. അതിനകത്ത് ആദ്യത്തെ വാക്ക് അൽ ബുസ്താൻ എന്നുള്ളതാണ്. രണ്ടാമത്തത് ജമീൽ എന്നുള്ളതാണ്. ഈ അൽ ബുസ്താനു ജമീലുൻ പൂന്തോട്ടം മനോഹരമാകുന്നു എന്ന വാചകം നമ്മൾ എടുത്താൽ, അതിൽ ഓരോ വാക്കുകൾ മാത്രമായിട്ട് എടുത്താൽ നമുക്ക് ഒരു പൂർണ്ണമായ ഒരു ആശയം കിട്ടുകയില്ല. അൽ ബുസ്താനു എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ പൂന്തോട്ടം എന്ന് പറഞ്ഞാൽ അതെന്താകാം? പൂന്തോട്ടത്തിനെ കുറിച്ച് എന്തു പറയുന്നു എന്നുള്ള അടുത്ത കാര്യം കൂടെ പറഞ്ഞാലേ പിന്നെ ആശയം പൂർണ്ണമാവുകയുള്ളൂ. അൽ ബുസ്താനു പൂന്തോട്ടമാകുന്നത് വലുതാണെന്നോ ചെറുതാണെന്നോ അടച്ചിട്ടിരിക്കുകയാണെന്നോ തുറന്നതാണെന്നോ മനോഹരമാണെന്നോ അങ്ങനെ എന്തോ വേണേലും പറയാം. പക്ഷെ അൽ ബുസ്താനു എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം ഒരു വാക്ക് കൊണ്ട് ആശയം പൂർണ്ണമാകുന്നില്ല. പക്ഷെ ജമീലുൻ എന്നൊരു വാക്കും കൂടെ ചേർത്തപ്പോൾ എന്താണ്? ഒരു ആശയം പൂർണ്ണമായി. സാർ ഇത്രയും സമയം നെറ്റ് കട്ടായിരുന്നു കേട്ടാ. എനിക്ക് പറയുന്ന കേക്ക്. ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറയാം. ഇപ്പൊ കേക്കാവോ? ഇപ്പൊ കേക്കാം. അൽ ബുസ്താനു ജമീലുൻ. അതായത് ബുസ്താൻ എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം, ജമീലുൻ മനോഹരം എന്നാണ് അതിന്റെ അർത്ഥം. അൽ ബുസ്താനു ജമീലുൻ എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം മനോഹരമാകുന്നു എന്നൊരാശയം നമുക്ക് കിട്ടിയല്ലോ. കിട്ടിയോ? കിട്ടി. അൽ ബുസ്താനു ജമീലുൻ എന്ന് പറയുന്ന വാചകത്തിൽ എത്ര വാക്കുകളുണ്ട്? എത്ര വാക്കുകളുണ്ട് അതിനകത്ത്?
രണ്ട്. അൽ ബുസ്താനു എന്നൊരു വാക്കുണ്ട്, ജമീലുൻ എന്നൊരു വാക്കുണ്ട്. കറക്റ്റ് അല്ലേ? യെസ് സാർ. അപ്പൊ ഇതിനകത്ത് അൽ ബുസ്താനു എന്ന് മാത്രം പറഞ്ഞ് നമ്മൾ അവസാനിപ്പിച്ചാൽ നമുക്ക് ഒരാശയം പൂർണ്ണമായി ലഭിക്കുകയില്ല. അൽ ബുസ്താനു എന്ന് പറഞ്ഞാൽ പൂന്തോട്ടമാകുന്നത്, അല്ലെങ്കിൽ പൂന്തോട്ടം വലുതാണെന്നോ ചെറുതാണെന്നോ മനോഹരമാണെന്നോ ഗേറ്റ് ഉള്ളതാണെന്നോ കാവൽക്കാരനുള്ളതാണെന്നോ എന്തു വേണേലും ഇനി പറയാം. പക്ഷെ ആ ബുസ്താൻ എന്ന വാക്ക് പറഞ്ഞുകൊണ്ട് മാത്രം ഒരു ആശയം പൂർണ്ണമാവുന്നുണ്ടോ? ഇല്ല. ഉണ്ടോ? ഇല്ല. അപ്പൊ ജമീലൻ എന്നൊരു വാക്കും കൂടെ അവിടെ ചേർത്തപ്പോഴേക്കും പൂന്തോട്ടമാകുന്നത് മനോഹരമാകുന്നു എന്നൊരാശയം കിട്ടി. ഓക്കെ, മനസ്സിലായില്ലേ? യെസ് സാർ, മനസ്സിലായി. അതുപോലെ അതേപോലെ തന്നെ അശംസു ത്വാലിഅത്തുൻ, ഷംസ് എന്ന് പറഞ്ഞ സൂര്യൻ അത് ഉദിക്കുകയാണ്, ത്വലഅ ഉദിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് അല്ലെങ്കിൽ ഉദിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അശംസു എന്ന് മാത്രം പറഞ്ഞാൽ നമുക്കൊരാശയം പൂർണ്ണമായി ലഭിക്കുകയില്ല. പക്ഷെ ത്വാലിഅത്തുൻ എന്ന് പറഞ്ഞാൽ ഒരാശയം പൂർണ്ണമായി ഉദിക്കുകയാണ്. അശംസു എന്ന് മാത്രം പറഞ്ഞാൽ അത് ചൂടുള്ളതാണെന്നോ വലുതാണെന്നോ ദൂരെയാണെന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. പക്ഷെ അശംസു എന്ന വാക്കിനോട് മറ്റൊരു വാക്കും കൂടെ ചേർത്തപ്പോഴേക്കും ഒരു പൂർണ്ണമായ ഒരു ആശയം നമുക്ക് കിട്ടി. അതേപോലെ ഷമ്മ അലിയുൻ വർദ്ധത്തൻ, ഷമ്മ അലിയുൻ എന്ന് പറഞ്ഞാൽ അലിയെ പറിച്ചെടുത്തു, വർദ്ധത്തൻ ഒരു പൂവിനെ പറിച്ചെടുത്തു. ഷമ്മ എന്ന് മാത്രം പറഞ്ഞാൽ മണപ്പിച്ചു എന്നാ. അപ്പൊ അവിടെ ഒരാശയം കിട്ടുന്നില്ല, ആര് മണപ്പിച്ചു എന്ത് മണപ്പിച്ചു എന്നതൊന്നൊരു അർത്ഥവും കിട്ടുന്നില്ല. പക്ഷെ അലിയുൻ എന്ന് പറഞ്ഞാൽ ഷമ്മ അലിയുൻ, അലിയെ മണപ്പിച്ചു എന്ന് നോക്കുമ്പോൾ, മണത്തു എന്ന് നോക്കുമ്പോൾ അലിയു മണത്തു എന്നൊരാശയം കിട്ടി. പക്ഷെ എന്തിനെ മണപ്പിച്ചു, മണത്തു നോക്കി എന്നുള്ള ഒരാശയം കിട്ടിയില്ല. വർദ്ധത്തൻ എന്നൊരു വാക്കും കൂടെ അവനോട് ചേർത്ത് വെച്ചപ്പോ ഷമ്മ അലിയുൻ വർദ്ധത്തൻ, എന്താണ്, അലിയെ ഒരു പൂവിനെ മണപ്പിച്ചു എന്നായി. അപ്പൊ ഒരാശയം പൂർണ്ണമായി കിട്ടി. ഓക്കെ അല്ലേ? ഓക്കെ സാർ. ഖത്തഫ മുഹമ്മദുൻ സഹറത്തൻ, ഖത്തഫ എന്ന് പറഞ്ഞാൽ പറിച്ചെടുത്തു. മുഹമ്മദ് പറിച്ചെടുത്തു സഹറത്തൻ ഒരു പൂവിനെ, പുഷ്പത്തിനെ. മുഹമ്മദ് ഒരു പൂവിനെ പറിച്ചെടുത്തു, സഹറത്ത്. അപ്പൊ ഖത്തഫ പറിച്ചെടുത്തു. ആര് എന്ത് എന്നുള്ളതിന് ആരെന്നുള്ളൊരു ഉത്തരം വന്നു. മുഹമ്മദ് പറിച്ചെടുത്തു. എന്തിനാണ് പറിച്ചെടുത്തു എന്നുള്ളത് ഒരു വാക്കും കൂടെ വെച്ചപ്പോഴാണ് അവിടെ വന്നത് സഹറത്തൻ ഒരു പൂവിന്. അതേപോലെ അടുത്ത വാചകം നോക്കൂ, യഈഷു സമകു ഫിൽ മാഇ, യഈഷു ജീവിക്കുന്നു, അസ്സമകു മത്സ്യം ജീവിക്കുന്നു, ഫിൽ മാഇ വെള്ളത്തിൽ, മത്സ്യം വെള്ളത്തിൽ ജീവിക്കുന്നു. യഈഷു സമകു സമക്ക് ജീവിക്കുന്നു, ഫിൽ മാഇ വെള്ളത്തിൽ. അതേപോലെ അടുത്തൊരു വാചകം നോക്കൂ, യക്സുറു നഖീലു, യക്സുറു ധാരാളമായി ഉണ്ടാവുന്നു. കസീർ എന്ന് കേട്ടിട്ടില്ലേ? കസീർ. കസീർ എന്ന് പറയുന്നത് ഇതിൽ നിന്നാണ്, കസുറായിൽ നിന്നാണ് വരുന്നത്. യക്സുറു നഖീലു, നഖീൽ എന്ന് പറഞ്ഞാൽ ഈത്തപ്പനം, ഈത്തപ്പന മരം. ഈത്തപ്പന എന്നൊക്കെ പറയും. അപ്പൊ ഈത്തപ്പന വർദ്ധിക്കുന്നുണ്ട് ഫി മിസ്ർ, മിസ്ർ എന്ന് പറയുന്ന നാട്ടിൽ ധാരാളം ഈത്തപ്പനയുണ്ട്. ഈജിപ്തിൽ ഈത്തപ്പന വർദ്ധിക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. അപ്പോ നമുക്ക് ഇതിലെ ഈ 6 വാചകങ്ങൾ പഠിച്ചു. ഇതിലെ ഓരോ വാക്കുകൾ എടുത്തു നോക്കിയാൽ നമുക്ക് ഒരു പൂർണ്ണമായ ഒരു ആശയം കിട്ടുകയില്ല. പക്ഷെ അതിനോടൊപ്പം മറ്റൊരു വാക്കും കൂടെ ചേർത്തപ്പോൾ ഒരു പൂർണ്ണമായ ഒരു ആശയം നമുക്ക് കിട്ടി. അപ്പൊ അതാണ് അൽ ജുംലത്തുൽ മുഫീദു. ആ ടൈറ്റിൽ കണ്ടില്ലേ, ഹെഡിങ്. അതായത് അൽ ജുംലത്തുൽ മുഫീദ എന്ന് പറഞ്ഞാൽ സെന്റൻസ് എന്നാണ്. ജുംല എന്ന് പറഞ്ഞാൽ വാചകം, അൽ മുഫീദ എന്ന് പറഞ്ഞാൽ പ്രയോജനകരമായത്, ആശയ സമ്പുഷ്ടമായതെന്നൊക്കെയാണ്. ഇംഗ്ലീഷിൽ നമുക്കത് സെന്റൻസ്, എ സെന്റൻസ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് which gives us a complete sentence. ജമീലുൻ അശംസു താലിഅത്തുൻ തുടങ്ങിയ ഉദാഹരണങ്ങളിലൂടെ വാക്കുകൾ ചേർന്ന് വാചകങ്ങളായിട്ട് മാറിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതിനെ നമ്മൾ അൽ ജുംല മുഫീദ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഒരു അടുത്തൊരു ഘട്ടം നമ്മൾ അടുത്തൊരു പിന്നെ സ്ക്രീനും കൂടെ ഞാൻ കാണിക്കാം. അപ്പൊ അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ,
അപ്പോ ഇതിന്റെ ആ ഖാഇദ അൽ ഖവാഇദ് എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നുണ്ടോ പെട്ടിക്കോളത്തിനകത്ത്? യെസ് സാർ, കണ്ടു. അപ്പൊ ഇത് ഈ പറഞ്ഞ ഒരു ആശയത്തെ, ആ ആശയത്തെ നമ്മള് അതിനൊരു നിഗമനം, ഒരു തിയറി ആയിട്ട് നമ്മൾ അവതരിപ്പിക്കുകയാണ്. എന്താണ് സെന്റൻസ് എന്നുള്ളത്? ആ സെന്റൻസ് എന്ന് പറഞ്ഞാൽ അത്തർക്കീബുല്ലദി യുഫീദു ഫായിദത്തൻ താമ്മത്തൻ യുസമ്മ ജുംലത്തൻ മുഫീദത്തൻ വയുസമ്മ അയ്ളൻ കലാമൻ. അതായത് തർക്കീബ് എന്ന് പറഞ്ഞാൽ പദഘടനയാണ്. ഘടന ഉണ്ടാക്കുക. തർക്കീബ് റക്കബ യുറക്കിബ് എന്ന് തർക്കീബുല്ലദി യുഫീദു ഫായിദത്തൻ താമ്മത്തൻ, പൂർണ്ണമായ ഒരാശയം നൽകുന്ന പദഘടനയ്ക്ക് യുസമ്മ, അതിന് പേര് പറയപ്പെടും ജുംലത്തൻ മുഫീദത്തൻ. ജുംല മുഫീദ എന്ന് അറബിയിൽ പറയും. പൂർണ്ണമായ ഒരു ആശയം നൽകുന്ന പദഘടനയ്ക്ക് ജുംല മുഫീദ എന്ന് പറയും. മറ്റൊരു പേരുണ്ട് വയുസമ്മ ആയിലൻ കലാമൻ. ഇതിന് കലാം എന്നൊരു പേരും കൂടി ഉണ്ട്. മനസ്സിലായോ? ജുംല മുഫീദ അല്ലെങ്കിൽ കലാം എന്ന് പറയും. കലാം എന്ന് പറഞ്ഞാൽ ഒരാശയം നൽകുന്ന കെലിമത്ത് എന്നുള്ളതിനേക്കാൾ കുറച്ചുകൂടെ വലിയ വിശാലമായ അർത്ഥമുള്ളതാണ് കലാം. കലാം എന്ന് പറഞ്ഞാൽ ജുംല മുഫീദയാണ്. എന്ന് പറഞ്ഞാൽ ഒരു പൂർണ്ണമായ ഒരു ആശയം നൽകുന്ന പദഘടനയാണ് ജുംല മുഫീദ. ഇനി അതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് ഈ ആശയത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാം. ഏതാണെന്നറിയോ? അൽ ജുംലത്തുൽ മുഫീദത്തു ഖദ് തതറക്കബു മിൻ കലിമതൈനി വഖദ് തതറക്കബു മിൻ അക്സറ. ഒരു ജുംല മുഫീദ രൂപപ്പെടുന്നത്, അൽ ജുംലത്തുൽ മുഫീദ അത് തതറക്കബു, അത് രൂപം കൊള്ളുന്നത് മിൻ കലിമത്തൈനി, രണ്ട് വാക്കുകൾ കൊണ്ടാണ്. മിനിമം 2 വാക്കുകൾ വേണം, എന്നാലേ ഒരു പൂർണ്ണമായ ഒരു ആശയം കിട്ടുകയുള്ളൂ. വഖദ് തതറക്കബു മിൻ അക്സറ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വാക്കുകൾ വേണം. വകുല്ലു കലിമത്തിൻ ഫിഹ, ഒരു ജുംലയിലെ എല്ലാ പദങ്ങളും തുഅദ്ദു, അത് എണ്ണപ്പെടും, കരുതപ്പെടും, ജുസ്അൻ മിൻഹ, ആ ജുംല മുഫീദയുടെ ഒരു ഭാഗമായിട്ട് കരുതപ്പെടും. ഇതാണ് ഇതിന്റെ ആശയം. ഇതിനകത്ത് ഈ കായിക നിങ്ങളിപ്പോ തൽക്കാലം കാണാതൊന്നും പഠിക്കേണ്ട, മനസ്സിലാക്കിയിരുന്നാൽ മതി. അതായത് 2ഓ അതിലധികമോ വാക്കുകൾ ചേർന്ന് ഒരു ജുംല മുഫീദ ഉണ്ടാകും. ഒരു പൂർണ്ണമായ ആശയം നൽകുന്ന ഒരു സെന്റൻസ് രൂപപ്പെടും. അതിനുള്ള ഉദാഹരണങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അൽ ബുസ്താനു ജമീലുൻ എന്നൊക്കെ പറഞ്ഞത്. ഇത് 2 വാക്കുകൾ ചേർത്തിട്ട് ഒരു ജുംല പറയാൻ പറ്റുമോ? ഫായിസിനൊന്ന് പറയാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു ഉദാഹരണം പുതുതായിട്ടല്ലേ? പുതുതായിട്ടൊന്ന് പറഞ്ഞു നോക്കൂ. ഓക്കെ സാർ, അശ്ശജറത്തു ജമീലത്ത്. വെരി ഗുഡ്. അശ്ശജറത്തു ജമീലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? മരം ഭംഗിയുള്ളതാണ്. മരം ഭംഗിയുള്ളതാണ്. അശ്ശജറത്തു എന്ന് പറഞ്ഞാൽ വൃക്ഷം, ജമീലത്തുൻ അത് മനോഹരമാകുന്നു എന്നുള്ളതാണ്. അപ്പൊ അവിടുത്തെ നമ്മൾ ഈ ആശയം എന്താണ്? ഷജറത്ത് എന്ന് മാത്രം പറഞ്ഞാൽ ഒരു അർത്ഥം കിട്ടുകയില്ല, ജമീലത്തു എന്ന് പറഞ്ഞാൽ മാത്രം അർത്ഥം കിട്ടുകയില്ല. അശ്ശജറത്തു എന്നൊരാൾ മാത്രം പറഞ്ഞാൽ, ഒരു വാക്ക് മാത്രം പറഞ്ഞാൽ പല ആശയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വലുതാണെന്നോ ചെറുതാണെന്നോ, അല്ലെങ്കിൽ ഉണങ്ങിയതാണെന്നോ മറിച്ചിട്ടതാണെന്നോ വീണ് കിടക്കുന്നതാണോ, എന്തോ വേണേലും പറയാം. ജമീലത്ത് എന്ന് പറയുമ്പോഴേക്കും അവിടെ ഒരു ആശയം പൂർണ്ണമായി കഴിയും. മനസ്സിലായില്ലേ? അപ്പോ അതാണ് കാര്യം. അങ്ങനെ ചില വാചകങ്ങൾ ഈ പാഠത്തിന്റെ അടുത്ത ഭാഗത്തായിട്ട് ഇതിന്റെ തംരീനാത്തുകൾ വരുന്നുണ്ട്. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. ഇപ്പൊ അതിന്റെ തുടക്കം എന്നുള്ള നിലയിൽ അൽ ജുംല മുഫീദ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം അറബിയിലെ അടിസ്ഥാന കാര്യമാണ്. ഒരു സെന്റൻസ് അഥവാ ഒരു സമ്പൂർണ്ണ വാചകം എന്ന് പറഞ്ഞാൽ അതിനകത്ത് മിനിമം 2 വാക്കുകൾ ഉണ്ടായിരിക്കണം. ഒരാശയം പൂർണ്ണമായി ലഭ്യമാകുന്നത് അപ്പോഴാണ് എന്നുള്ളതാണ്. അതിന്റെ ഉദാഹരണങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ പറയാം.